വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിലെ ഈ ഭാഗം യേശുവിൻ്റെ ശുശ്രൂഷയിലെ 2 അതിശയകരമായ സംഭവങ്ങളെ നമ്മുടെ മുൻപിൽ ചൂണ്ടിക്കാണിക്കുന്നു. ഒന്നാമതായി, മരണത്തിൻ്റെ വാതിലിന് മുൻപിൽ നിൽക്കുന്ന ജായിറോസിൻ്റെ മകൾ. രണ്ടാമതായി, 12 വർഷമായി രക്തസ്രാവം പിടിപെട്ട് വേദനയിൽ കഴിയുന്ന ഒരു സ്ത്രീ. 2 വ്യത്യസ്ത സാഹചര്യങ്ങൾ, 2 വ്യത്യസ്ത മനുഷ്യർ. എന്നാൽ ഇവരുടെ ശക്തമായ ക്രിസ്തുവിലുള്ള ഒരു വിശ്വാസം രോഗസൗഖ്യത്തിലേക്കും പുതുജീവനിലേക്കും നയിക്കുന്നു. ഈ വചനത്തിൽ നാം തിരിച്ചറിയേണ്ട കാര്യങ്ങൾ: ഒന്നാമതായി, അവസാന ശത്രുവായ മരണത്തിന് മേലുള്ള ക്രിസ്തുവിൻ്റെ അധികാരത്തിന് മുൻപിൽ എനിക്ക് സമൂഹത്തിലുള്ള എൻ്റെ അധികാരവും പദവിയും ശക്തിയും ഒക്കെ ഒന്നുമല്ല എന്ന് തിരിച്ചറിയുന്ന ജായിറോസിനെയാണ്. ജായിറോസ് ഒരു സിനഗോഗ് അധികാരികളിൽ ഒരുവനായിരുന്നു. സമൂഹത്തിൽ സ്ഥാനവും മാന്യതയും ഉള്ള ഒരാൾ. എന്നാൽ മകൾ മരണത്തോട് പോരാടുമ്പോൾ അവൻ തൻ്റെ പദവിയും അധികാരവും മറന്ന് യേശുവിൻ്റെ കാൽക്കൽ വീഴുന്നു. ക്രിസ്തുവിലുള്ള നമ്മുടെ വിശ്വാസം എന്നത് നമ്മുടെ സമൂഹത്തിൽ നമുക്കുള്ള അധികാരത്തെ താഴെയിറക്കി സർവാധികാരിയായ ക്രിസ്തുവിൻ്റെ പാദത്തിങ്കൽ ചെല്ലുവാനായിട്ട് നമ്മെ ഒരുക്കുന്നതായിരിക്കണം. ജീവിതത്തിലെ ചില ഘട്ടങ്ങളിൽ നമ്മുടെ അധികാരവും പദവിയും ശക്തിയുമൊക്കെ നമ്മെ രക്ഷിച്ചു എന്ന് വരില്ല. ജായിറോസ് നമ്മെ പഠിപ്പിക്കുന്നത് നമ്മുടെ അവസാന ശത്രുവായ മരണത്തെപ്പോലും തോൽപ്പിക്കുവാൻ കഴിവുള്ള ക്രിസ്തുവിൻ്റെ കാൽക്കൽ വീഴുവാൻ നിങ്ങൾ ലജ്ജിക്കരുത് എന്നാണ്. രണ്ടാമതായി, മൗനത്തിൽ യേശുവിനെ സ്പർശിച്ച രക്തസ്രാവക്കാരിയുടെ വിശ്വാസം. 12 വർഷമായി രക്തസ്രാവം അനുഭവിക്കുന്ന സ്ത്രീ. ഈയൊരു രോഗത്താൽ അവൾ അശുദ്ധയായി കണക്കാക്കപ്പെട്ടവളാണ്. സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തിയവളാണ്. അവൾ പറയുന്നു, അവൻ്റെ വസ്ത്രത്തിലൊന്ന് തൊട്ടാൽ എനിക്ക് സൗഖ്യമുണ്ടാകും. ഇവിടെ നാം തിരിച്ചറിയുന്നത് ആ സ്ത്രീയുടെ ഒരു പ്രവൃത്തിയാണ്. കർത്താവ് എന്നെ സുഖപ്പെടുത്തണമേ എന്ന് അവൾ ശബ്ദമുയർത്തുന്നില്ല. കർത്താവ് കണ്ട് സൗഖ്യം നൽകുന്നതിന് വേണ്ടി അവൻ്റെ മുൻപേ ഓടുന്നില്ല. എന്നാൽ വിശ്വാസത്തോടെ അവൾ കർത്താവിൻ്റെ വസ്ത്രത്തിൽ സ്പർശിക്കുന്നു. ഒന്ന് സ്പർശിക്കുന്നതിനായി ജനങ്ങളുടെ ഇടയിലേക്ക് അവൾ വന്നു വീണപ്പോൾ അവിടെ അവളെ കാത്തിരുന്നത് കർത്താവിൻ്റെ പിന്നിലെ ജനങ്ങളുടെ ചവിട്ടും തൊഴിയും തട്ടും ഞെരിക്കവും ഒക്കെ ആയിരുന്നു. എന്നിട്ടും കർത്താവിൻ്റെ വസ്ത്രത്തിലേക്കുള്ള അവളുടെ നീക്കം അവൾ അവിടെ ഉപേക്ഷിക്കുന്നില്ല. ലോകം തള്ളുമ്പോഴും ചവിട്ടുമ്പോഴും ഞെരിക്കുമ്പോഴും വിശ്വാസത്തോടെ ക്രിസ്തുവിനെ സമീപിക്കുന്ന മനുഷ്യനിലേക്ക് അവൻ്റെ ശക്തി ഇറങ്ങിച്ചെല്ലുന്നു എന്ന് നാം ഇവിടെ മനസ്സിലാക്കേണ്ടതുണ്ട്. മൂന്നാമതായി, താമസം തോന്നിപ്പിക്കുന്ന ദൈവത്തിൻ്റെ സമയക്രമം. ജായിറോസിൻ്റെ വീട്ടിൽ നിന്നൊരു വാർത്ത വരുന്നു. നിൻ്റെ മകൾ മരിച്ചു. മറഞ്ഞു പോകാവുന്ന പ്രതീക്ഷയുടെ നിമിഷം. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെ തോന്നും, കർത്താവേ, നീ താമസിച്ചു. എന്നാൽ യേശു പറയുന്നു, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. ദൈവത്തിൻ്റെ വൈകിപ്പിക്കൽ നിഷേധമല്ല. അവൻ്റെ സമയം നമ്മുടേതിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. എന്നാൽ അവൻ്റെ പ്രവർത്തനം എല്ലായ്പ്പോഴും സമ്പൂർണ്ണമാണ്. നാലാമതായി, മരണം പോലും കീഴടങ്ങുന്ന യേശുവിൻ്റെ അധികാരത്തെ നാം തിരിച്ചറിയുന്നു. യേശു കുട്ടിയുടെ കൈ പിടിച്ച് പറഞ്ഞു, താലിത്താ കുമി, കുഞ്ഞെ എഴുന്നേൽക്കുക. ഇവിടെ കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നത് മരണം അവസാന വാക്കല്ല. യേശുവിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ ജീവൻ മടങ്ങി വരുന്നു എന്നാണ്. നമ്മൾ അവസാനമായി കാണുന്നതാണ് യേശു ആരംഭമായി കാണുന്നത്. നാം അവസാനമെന്ന് വിളിക്കുന്നിടത്ത് യേശു എഴുന്നേൽപ്പ് പ്രഖ്യാപിക്കുന്നു. ആയതിനാൽ ഈ 2 സംഭവങ്ങളും നമ്മോട് പറയുന്നത്, ജായിറോസിനെ പോലെ നിൻ്റെ സമൂഹത്തിൽ നിനക്കുള്ള അധികാരവും അഭിമാനവും പദവിയും യേശുവിനോടുള്ള വിശ്വാസത്തിന് കീഴിൽ വെച്ചിട്ട് അവൻ്റെ കാൽക്കൽ വീഴുവാൻ പരിശ്രമിക്കുക. അപ്പോൾ നീ ഇതുവരെയും കണ്ടിട്ടില്ലാത്ത ദൈവാത്മാവിലുള്ള ഒരു പുതുജീവൻ അവൻ നിനക്ക് നൽകും. രണ്ടാമതായി, രക്തസ്രാവക്കാരിയായ സ്ത്രീയെപ്പോലെ വേദനകളും ഞെരുക്കങ്ങളും ചവിട്ടും ബുദ്ധിമുട്ടും തടസ്സങ്ങളും ജീവിതത്തിൻ്റെ മുൻപിൽ വന്ന് നിൽക്കുമ്പോഴും വിശ്വാസത്തോടെ മൗനമായി നിന്ന് ആശ്വാസദായകനായ ക്രിസ്തുവിലേക്ക് നീങ്ങുവാൻ പരിശ്രമിക്കുക. അപ്പോൾ നീ അവൻ്റെ ശക്തമായ കരങ്ങളിൽ നിന്ന് വരുന്ന സൗഖ്യത്തിന് സാക്ഷ്യമാകും.
കർത്താവ് നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.